ട്രെയിൻ യാത്രക്കാരുടെ ഫോൺ മോഷ്ടിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം ഗുവാഹത്തി സ്വദേശി ജോഹർ അലിയാണ് അറസ്റ്റിലായത്. പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസാണ് പിടികൂടിയത്. ഫുട്ബോർഡിലിരിക്കുന്ന യാത്രക്കാരുടെ മൊബൈൽ വടികൊണ്ട് അടിച്ചു വീഴ്ത്തിയും തട്ടിപ്പറിച്ചുമായിരുന്നു മോഷണം. 4 ദിവസത്തിനിടെ 4 ഫോണുകളാണ് ഇയാൾ മോഷ്ടിച്ചത്. 20 ഫോണുകൾ മോഷ്ടിച്ച ശേഷം നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പദ്ധതി. കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കോട്ടയം റെയിൽവേ പോലീസ് ഇല്ലാതെ ഇരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് ഒരു ഇത് RPF SI ആണ്. ഈ കോട്ടയത്ത് വന്ന് നിന്ന് ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് ട്രെയിനകത്ത് നിന്ന് ട്രെയിനിന്റെ ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മൊബൈൽ ഫോൺ ഒന്നെങ്കിൽ വടിക്ക് അടിച്ചിടുക, ഇല്ലെങ്കിൽ വലിച്ചു പറിച്ചുകൊണ്ട് പോകും. ആ ഒരു പ്രവണത നേരത്തെ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഈ അടുത്ത കാലത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു 4 ദിവസമായി നാഗമ്പടം ഭാഗത്തു നിന്നും നീലിമംഗലം ഭാഗത്തു നിന്നും കുമാരനല്ലൂർ ഭാഗത്തു നിന്നും ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും 4 മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട പരാതികളാണ് ഇവിടെ കിട്ടിയത്. ആ പരാതി അന്വേഷിച്ച് വരുന്ന സമയത്താണ് ഇത് മോഷണം ചെയ്ത് ഈ തട്ടിപ്പറിച്ചയാള് നീലിമംഗലം ഭാഗത്ത് അയാളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കിട്ടി. അവിടെ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശിയായ പ്രതിയാണ് പിടിച്ചത്. അയാളുടെ പേര് ജൊഹാർ അലി. 24 വയസ്സ്, ഗുവാഹട്ടി ആസാംകാരനാണ് പിടിച്ചത്. 4 ദിവസം കൊണ്ട് 4 ഫോൺ. ആദ്യത്തെ ഒരു ഫോൺ ഈ ട്രെയിൻ വന്ന് മൂവ് ചെയ്ത് സ്പീഡ് കുറച്ച് പോകുന്ന സമയത്ത് കൈകൊണ്ട് വലിച്ചു പറിക്കുക. ഏറ്റുമാനുണ്ടായ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മൂവ് ആകുന്ന സമയത്ത് വടിക്ക് അടിച്ചു താഴെ. ആ 4 ഫോണും അങ്ങനെ റിക്കവർ ചെയ്തു, കോടതി ഹാജരാക്കി. പിന്നെ റിമാൻഡ് ചെയ്തു. 13-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. ഇത് ഇത്തരത്തിലൊരു സംഭവം കോട്ടയത്ത് ആദ്യമായിട്ടാണ് ഈ ഫോൺ ഇങ്ങനെ വലിച്ചു. നേരത്തെ എറണാകുളത്തൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കോട്ടയത്ത് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് 4 ഫോൺ ഇവന്റെ സഹായികളുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നുണ്ട്. വേറെ ഈ 4 ഫോൺ ആദ്യം നഷ്ടപ്പെടുന്നത്, 4 ഫോൺ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരാതിക്കാരുണ്ട്, അവരെ ഇന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മുളയിലെ തന്നെ ഇത് പിടിച്ചതുകൊണ്ട് ഇത് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് RPF-കാരും ഞങ്ങളും എല്ലാം സംയുക്തമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇതിപ്പോ നിലവിൽ ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് താക്കീത് കൂടിയല്ലേ ഫുട്ബോൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ കൂടി വീണ്ടും റിപ്പീറ്റ് ആവുന്നു. തീർച്ചയായിട്ടും ഈ ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് നിയമലംഘനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കോട്ടയത്ത് RPF-കാരും ഞങ്ങളും കൂടെ കൂടി പിടിച്ച് ഒരു പെറ്റിയടപ്പിച്ചൊക്കെ വിടാറുണ്ട്. അത് ഈ ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ നടക്കുന്ന ചിങ്ങവനത്തും റോഡുമാണ്. പ്ലാറ്റ്ഫോമും ഈ ഫുട്ബോളും തമ്മിലുള്ള അകലം കുറവാണ്. ഈ വളവ് തിരിഞ്ഞു വരാൻ നേരത്ത് കാല് മുറിഞ്ഞു പോയി അപകടത്തിൽ പെടുന്ന സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ചിങ്ങവനത്തും റോഡുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചതിന് ശേഷം പെറ്റിയടപ്പിച്ച് വിടും. ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെയുള്ളവരെയാണ് മൊബൈൽ ഫോൺ പോകുന്നത്. അത് അവർക്കുള്ള ഒരു താക്കീതും കൂടി. ഇതിലൊരു കാര്യം, ഈ സ്റ്റേഷനിൽ വണ്ടി സ്ലോ ആണ് പോകുന്നത്. അവിടെ വർക്ക് നടക്കുന്നുണ്ട് കുമാരനല്ലൂർ. അപ്പൊ റെയിൽവേ തന്നെ ഡ്രൈവേഴ്സിനെ അതിനെ സ്ലോയിൽ പോകാനുള്ള പോഷനോട് കൊടുക്കുന്നത്. ആ ഒരു ഇതില് അഡ്വാൻറ്റേജ് എടുത്താണ് അവിടെ തട്ടി. ഇത്തരത്തിലുള്ള കുറച്ച് ജാഗ്രത കൂടി കൊടുക്കേണ്ട സാഹചര്യം. പബ്ലിക് അവയർനെസ് ആണ് മെയിൻ. ആളുകൾ എത്ര പറഞ്ഞാലും നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഫുട്ബോളിൽ യാത്ര ചെയ്യരുത് ഞങ്ങൾ അവയർനെസ് ക്ലാസ് ഒക്കെ GRPയും RPയും കൂടെ സംയുക്തമായിട്ട് ചെയ്യാൻ പാടില്ല. ഫുട്ബോളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ പണിയില്ലാണ്ടായതുകൊണ്ട് മോഷണത്തിലേക്ക്